ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ 4ാം T20യിൽ ഇന്ത്യ കൂറ്റൻ സ്കോറിലേക്ക്. സഞ്ജു സാംസണിന് സെഞ്ചുറി, തിലക് വർമ്മയ്ക്ക് അർദ്ധ സെഞ്ചുറി. ഇരുവരുടെയും വെടിക്കെട്ട് ബാറ്റിംഗിന്റെ മികവിലാണ് ഇന്ത്യയുടെ സ്കോർ കുതിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നിഖിൽ കുമാർ ചേരുന്നുണ്ട്. നിഖിൽ, ഇന്ത്യയുടെ വളരെയൊരു റെക്കോർഡ് നേട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അത്രത്തോളം ഒരു കൂറ്റൻ സ്കോറിലേക്ക് ഭാരതം കുതിക്കുകയാണ്. എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇന്ത്യയുടെ സ്കോർ 250 കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. ഇനി 2 ഓവർ കൂടി ശേഷിക്കുന്നുണ്ട് എന്നുള്ളതും ശ്രദ്ധേയകരമായ കാര്യമാണ്. അതിൽ തന്നെ എടുത്തു പറഞ്ഞൊരു കാര്യം മലയാളി താരം സഞ്ജു സാംസന്റെ ഒരു സെഞ്ചുറി തന്നെയാണ്. സഞ്ജുവിന്റെ 3ാം സെഞ്ചുറി അദ്ദേഹം കുറിച്ചിരിക്കുന്നു. 2020യിൽ 3ാം സെഞ്ചുറി കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തീർച്ചയായും ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള പരമ്പരയിലെ ആദ്യ മത്സരത്തിലും തീർച്ചയായും 2 സെഞ്ചുറികൾ സഞ്ജു പൂർത്തിയാക്കിയിരുന്നു. തുടർന്നുള്ള 2 ഇന്നിംഗ്സുകളും സഞ്ജുവിന് റൺസ് ഒന്നും എടുക്കാൻ സാധിച്ചിരുന്നില്ല. റൺസ് എടുക്കാതെ പുറത്തായ സഞ്ജു പിന്നീട് ദക്ഷിണാഫ്രിക്കയുടെ 4ാം മത്സരത്തിൽ സെഞ്ചുറി സ്വന്തമാക്കുകയായിരുന്നു. അങ്ങനെ 3 സെഞ്ചുറി 2020യിൽ 3 സെഞ്ചുറികൾ പൂർത്തിയാക്കുന്ന താരമായി സഞ്ജു മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, ഇന്ത്യയുടെ ഇതിലേക്ക് ഏറ്റവും കൂടുതൽ 2020 സെഞ്ചുറി നേടിയ ഇന്ത്യൻ താരങ്ങളിൽ പട്ടിക എടുത്ത് നോക്കിയാൽ 5 സെഞ്ചുറിയുമായി രോഹിത് ശർമ്മ 1ാം, 4 സെഞ്ചുറിയുമായി സൂര്യകുമാർ യാദവ് 2ാം സ്ഥാനത്തും തൊട്ടു പിന്നിലായി 3 സെഞ്ചുറിയുമായി സഞ്ജു സാംസൺ 3ാം സ്ഥാനത്തുമാണുള്ളത് എന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു സഞ്ജു ഇനി ഇന്ത്യൻ ടീമിലെ ഒഴിവാക്കാൻ കഴിയാത്ത ഒരു സാന്നിധ്യമായി തന്നെ മാറിയിരിക്കുന്നു. കഴിഞ്ഞ 2 ഇന്നിംഗ്സുകളിൽ സഞ്ജു റൺസ് ഒന്നും എടുക്കാതെ പുറത്തായതിനെ വളരെ വലിയ വിമർശനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഉയർന്നിരുന്നു. അതിനുള്ള മറുപടി സഞ്ജു വീണ്ടും ഒരു സെഞ്ചുറിയിലൂടെ നൽകിയിരിക്കുകയാണ്. 51 പന്തിൽ നിന്ന് സഞ്ജു സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു. തൊട്ടു പിന്നാലെ തിലക് വർമ്മയും വെടിക്കെട്ട് പ്രകടനവുമായി തിലക് വർമ്മയും സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയകരമായ കാര്യം. 41 പന്തിൽ നിന്ന് തിലക് വർമ്മയും സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇന്ത്യയുടെ 2 ബാറ്റർമാർ ഒരേ സമയം സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു. ഒരു ചരിത്രത്തിലേക്ക് തന്നെ ഇന്ത്യൻ ടീം നടന്നു കയറിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വെടിക്കെട്ട് ബാറ്റിംഗ് തന്നെ പുറത്തെടുത്ത തിലക് വർമ്മയും സഞ്ജു സാംസണും ചേർന്ന ഇന്ത്യൻ സ്കോർ 250 മുകളിലേക്ക് എത്തിച്ചിരിക്കുന്നു. ഇനി 2 ഓവർ കൂടി ബാക്കിയുണ്ട്. എടുത്തു പറയേണ്ടത് തിലക് വർമ്മയുടെ 2ാമത്തെ സെഞ്ചുറിയാണ് എന്നുള്ളതാണ്. കഴിഞ്ഞ മത്സരത്തിലും തിലക് വർമ്മ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു. തുടർച്ചയായ 2ാം സെഞ്ചുറി പൂർത്തിയാക്കുന്ന മറ്റൊരു താരമായി തിലക് വർമ്മയും മാറിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. അതിവേഗ സെഞ്ചുറിയുടെ പട്ടികയിൽ എടുത്താൽ, അതായത് 2020യിൽ അതിവേഗത്തിൽ സെഞ്ചുറി പൂർത്തിയാക്കിയ ഇന്ത്യൻ താരങ്ങളുടെ പട്ടിക എടുത്താൽ അതിൽ തിലക് വർമ്മ ഇടം പിടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം 35 പന്തിൽ നിന്ന് രോഹിത് ശർമ്മ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. 40 പന്തിൽ നിന്ന് സഞ്ജു സാംസൺ സെഞ്ചുറി പൂർത്തിയാക്കിയിരുന്നു. ഇപ്പോൾ 41 പന്തിൽ നിന്ന് തിലക് വർമ്മ സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയകരമായ കാര്യം. എന്തായാലും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു യുവ ടീം, അതിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിന്റെ ഭാവിയെ സംബന്ധിച്ച് ഒരു വലിയ വാർത്ത തന്നെയാണ് എന്തായാലും ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്ത്യൻ ടീം കൂറ്റൻ സ്കോറിലേക്ക് പോകുന്നു. ഒപ്പം 2 ബാറ്റർമാരും ഒരേ സമയം സെഞ്ചുറി പൂർത്തിയാക്കിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് വിഷ്ണു. ഒപ്പം തന്നെ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർക്കൊക്കെ തന്നെ പന്തെറിയാനെത്തിയ ദക്ഷിണാഫ്രിക്കൻ ബോളർമാർ, മാർക്കോ യാനസിനെ ഒഴിച്ച് ബാക്കിയുള്ള ദക്ഷിണാഫ്രിക്കൻ ബോളർമാരെല്ലാം തിലക് വർമ്മയുടെയും സഞ്ജു സാംസന്റെയും ബാറ്റിന്റെ ചൂടറിഞ്ഞു എന്ന് പറയാൻ സാധിക്കും. ഒപ്പം തന്നെയും എടുത്തു പറയുന്ന മറ്റൊരു പ്രകടനം ഓപ്പണിംഗ്. നിഖിൽ, ഒരുപക്ഷെ ഇപ്പോൾ ഈ ഒരു നിമിഷം കൂടുതൽ റൺസ് ഭാരതം കൂട്ടിച്ചേർക്കുകയാണ്. ഒപ്പം തന്നെ തിലക് വർമ്മയ്ക്ക് സെഞ്ചുറി എന്നുള്ളൊരു വാർത്ത കൂടി പുറത്തു വരുന്നുണ്ട്. ഒരുപക്ഷെ അത്രത്തോളം ആവേശത്തിലാണ് ഇന്ത്യൻ താരങ്ങളുടെ ഈ ഒരു പ്രകടനം എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായും വിഷ്ണു, നേരത്തെ ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം തന്നെയാണ്. അതായത് വളരെ കുറഞ്ഞ പന്തിൽ നിന്ന് സെഞ്ചുറി നേടുന്ന ആ ഒരു പട്ടികയിലേക്ക് ഇപ്പോൾ രോഹിത് ശർമ്മ 35 പന്തിൽ നിന്ന് സെഞ്ചുറി നേടിയപ്പോൾ സഞ്ജു 40 പന്തിൽ നിന്ന് കഴിഞ്ഞ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിൽ സഞ്ജു സെഞ്ചുറി നേടിയപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ 41 പന്തിൽ നിന്ന് സെഞ്ചുറി നേടി തിലക് വർമ്മയും അവരോടൊപ്പം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് തിലക് വർമ്മയുടെ 2ാമത്തെ 2020 സെഞ്ചുറി കൂടിയാണിത്. അതും തുടർച്ചയായ 2ാം സെഞ്ചുറി എന്ന് പറയാം. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ കഴിഞ്ഞ മത്സരത്തിൽ നമ്മൾ കണ്ടതാണ് തിലക് വർമ്മയുടെ ഒരു വെടിക്കെട്ട് ബാറ്റിംഗ്. ഇതിനൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇനി വരാനിരിക്കുന്ന IPL താരലേലം കൂടിയാണ്. കാരണം ഈ ഒരു താരലേലത്തിൽ വിലപിടിപ്പുള്ള താരമാവാൻ സാധ്യതയുള്ള ഒരു താരം കൂടിയാണ് തിലക് വർമ്മ. കാരണം ഇന്ത്യൻ ടീമിന്റെ താരമായിരുന്ന തിലക് വർമ്മ ഇത്തവണ മെഗാ താരലേലത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു തിലക് വർമ്മ ഇത്തവണ വിലയേറിയ താരമാവാനുള്ള എല്ലാ സാധ്യതയും തള്ളിക്കളയാൻ സാധിക്കില്ല വിഷ്ണു. എന്തായാലും ഇന്ത്യൻ സ്കോർ ഇപ്പോൾ 258 കടന്നിരിക്കുകയാണ്. സഞ്ജു സാംസണും തിലക് വർമ്മയുമാണ് ക്രീസിലുള്ളത് വിഷ്ണു. ശരി, നിഖിൽ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.